എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചോളപ്പുട്ടാണ്. ഈ ഒരു ചോളപ്പുട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ ഒരു തരി പോലും കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഒക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇനിയിപ്പോ അമിത കുടവയറും തടിയും തൂക്കവും കുറക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഈ ഒരു പുട്ട് നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന നമ്മുടെ ഈ ഒരു പേജില് പലതരത്തിലുള്ള പുട്ട് റെസിപ്പികൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പുട്ട് റെസിപ്പികളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ചോളപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചോളപ്പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് ചോളപ്പൊടി എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പൊടി കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ പുട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് പൊടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കേണ്ടത്. പുട്ടുപൊടി നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും പൊടിക്ക് നല്ലൊരു മണവും പൊടി ഒന്ന് പറന്നും തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടിയുടെ ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കടയിൽ നിന്നും വാങ്ങിച്ച പൊടിയായതുകൊണ്ടാണ് ഇതുപോലെ വറുത്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീടുകളിൽ പൊടിപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടിയൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊടിയുടെ ചൂട് ആറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് നനച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ നനച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 1/2 കപ്പോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചാണ് പൊടിയൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ആദ്യം പൊടിയൊന്ന് കുഴച്ചെടുത്തപ്പോൾ ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് നനച്ചെടുക്കാനായിട്ടും. നമുക്ക് ഈ പൊടി നനച്ചെടുക്കാനായിട്ട് 1.25 കപ്പ് അളവില് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടി ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവില് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതാണ് ആദ്യം ചേർക്കേണ്ടത്. ഇഞ്ചി ചേർത്തൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് കൂടിയാണ് ചേർത്തിട്ടുള്ളത്. സവാള കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന ഈ ഒരു കൂട്ടിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം പുട്ടുപൊടിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സവാളയ്ക്ക് ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറഞ്ഞളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് ചേർക്കുന്ന എണ്ണയുടെ അളവ് കുറഞ്ഞളവിൽ ചേർത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഒന്ന് മുരിഞ്ഞു വരുന്ന ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കാം. നമുക്കിത് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. മുളകൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയാൽ അരമുറി നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കാം. നാളികേരമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അധികമൊന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്കാണ് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഈ കൂട്ട് ചൂടോടുകൂടി തന്നെയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നനവ് പോരായ്മ ഉണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് ഒന്നുകൂടെ നനച്ചെടുക്കേണ്ടതുമാണ്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഞാനിവിടെ കൈകൊണ്ട് ഒന്നും കൂടെ വാരി നോക്കാം. ഉണ്ടോ, ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുണ്ട് വരുന്ന പാകത്തിലേക്കല്ല, പൊടിഞ്ഞു പോകുന്നൊരു പാകത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതൊന്നും കൂടെ കുഴച്ചെടുക്കാം. ഒരു പാനിൽ തന്നെ 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഈ പൊടിയൊന്ന് നനച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണയിൽ നിന്നും പുട്ട് കുത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടും. ഒറ്റയടിക്ക് തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം പൊടിയൊന്ന്
ഒന്ന് നനച്ചെടുക്കാനായിട്ടും. വീണ്ടും നമുക്ക് ഈ പൊടി ഒന്നും കൂടെ വാരി നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് പുട്ട് വേവിച്ചെടുക്കാനുള്ള ആവിക്കുടം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് തന്നെ ആവിയും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കണയിലേക്ക് പുട്ടുപൊടി വാരി നിറക്കാം. പുട്ട് പൊടിയാതെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നല്ലതായിട്ട് ആവി കയറ്റിയതിന് ശേഷമായിരിക്കണം പൊടി നിറച്ചെടുക്കേണ്ടത്. നാളികേരമൊക്കെ കുഴച്ച് നിറച്ചിട്ടുള്ളത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് നാളികേരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പുട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിൽ നിന്നും ധാരാളം ആവിയെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ചിരട്ട വെച്ച് തന്നെ മൂടിയും വെച്ചിട്ടുണ്ട്. നല്ലപോലെ ആവി വന്ന് തുടങ്ങിയാൽ പിന്നെ 1 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് മാറ്റിവെച്ച് പുട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ 1 മിനിറ്റ് നേരം വെന്ത് കിട്ടിയിട്ടുള്ള പുട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ കുത്തിയെടുക്കാം. ആദ്യ പുട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത് വെന്ത് വന്നിട്ടുള്ള പുട്ടും നമുക്ക് കുത്തിയെടുക്കാം. അങ്ങനെ 2 പുട്ടും നമ്മളിവിടെ കുത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചോളം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു പുട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.